ഹായ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ലൂപ്പിൻ്റെ ഇത് പറഞ്ഞു, അതായത് ഇന്നർ ലൂപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ആ പ്രോഗ്രാമാണ് ഇപ്പം എൻ്റെ മുമ്പിലുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തു 4i=0, i<5, i++. അതിൽ നമ്മൾ പറഞ്ഞു ലൂപ്പ് ഐ സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കൊടുത്തു. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ 4j=0, j<5, j++. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുത്തു i ends with the value i. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എന്ത് പ്രോഗ്രാം നമ്മൾ ചെയ്യുകയാണെങ്കിലും, എന്ത് പ്രോഗ്രാം, അതായത് ഇപ്പോൾ നമ്മൾ ആപ്റ്റിറ്റ്യൂഡിന് വേണ്ടിയിട്ടുള്ള എന്ത് പ്രോഗ്രാം ചെയ്യുകയാണെങ്കിലും ഡു ഇസ് യു വിൽ ബി ആക്സെപ്റ്റിംഗ് വാല്യൂസ് ഫ്രം ദ യൂസർ. അപ്പോൾ നമ്മൾ യൂസറിൽ നിന്ന് ഒരു വാല്യൂ ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ എന്താണ്, എത്ര ലൈൻ ഡിസ്പ്ലേ ചെയ്യണം, എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീൽ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ വാല്യൂസ് ഒന്നും യൂസറിൽ നിന്ന് സ്വീകരിക്കുന്നില്ല. അപ്പോൾ വാല്യൂസ് യൂസറിൽ നിന്ന് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ തൽക്കാലം ഐ എം യൂസിങ് എ cin സ്റ്റേറ്റ്മെന്റ്. സോ cin ആൻഡ് ഐ എം യൂസിങ് എ വേരിയബിൾ കോൾഡ് n എന്നുള്ള വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ n എന്നുള്ള ഒരു ഇൻറ്റിജർ ആണ്. അപ്പോൾ ഞാൻ ഐ എം ഗിവിങ് ദ വേരിയബിൾ, ഡിക്ലെയറിംഗ് ദ വേരിയബിൾ ആസ് n. 5യുടെ പകരം ഞാൻ n എന്ന് കൊടുക്കുന്നു. അതുപോലെ ഇവിടെയും 5യുടെ പകരം ഞാൻ n എന്ന് കൊടുക്കുന്നു. ഓക്കെ, സോ ഇപ്പോൾ ഇതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ഞാനൊരു n-ന്റെ വാല്യൂ 5 കൊടുക്കുകയാണെങ്കിൽ ഐയുടെ ലൂപ്പ് 5 പ്രാവശ്യം കൊടുക്കും, വർക്ക് ചെയ്യും. ജെയുടെ വാല്യൂ 5 × 5, ദാറ്റ് ഈസ് ഇറ്റ് വിൽ റിപ്പീറ്റ് 25 ടൈംസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന സാധനം 25 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നേരത്തെ കൊടുത്ത 5ന്റെ പകരം 5 എന്നുള്ള വാല്യൂ ഇവിടെ 5 കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഇവിടെയും 5 കൊടുത്തിരുന്നു. അതിന് പകരം യു ആർ ആക്സെപ്റ്റിംഗ് എ വാല്യൂ ഫ്രം ദ യൂസർ, ദെൻ യു ആർ യൂസിങ് ദാറ്റ് ടു റിപ്പീറ്റ് ദ ലൂപ്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഇന്നർ ലൂപ്പ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് പോകും. ഇനി എങ്ങനെ ഇതിനെ നമുക്ക് പാറ്റേൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം, ഞാൻ ഈ സാധനം, അതായത് ഞാൻ ഓൾറെഡി ഇത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഓക്കെ, ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഞാൻ കൊടുക്കുന്നത് ഓക്കെ, ഇതിൻ്റെ അകത്ത് ഞാൻ ഇപ്പോൾ ഇത് ചെയ്യുകയാണെങ്കിൽ triangles.cpp. ഓക്കെ, അപ്പോൾ ഞാൻ കൊടുക്കുന്നത് g++ triangle.cpp എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കമ്പൈൽ ചെയ്യാണ്. കമ്പൈൽ ചെയ്തിട്ട് അതിലൊരു എററും ഇല്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് ക്ലിയർ ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് // എന്ന് പറഞ്ഞ് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ now it is asking for the input ചോദിക്കുന്നു. ഞാൻ 5 എന്നുള്ള ഇൻപുട്ട് കൊടുക്കുന്നു. 5 എന്നുള്ള ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് ഐയുടെ വാല്യൂ 4 ആവുന്നത് വരെ ഇത് റിപ്പീറ്റ് ചെയ്യും. നേരത്തെ പറഞ്ഞ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ i=0 4 പ്രാവശ്യം, i=1 ആണെങ്കിൽ 4 പ്രാവശ്യം, i=2 ആണെങ്കിൽ 4 പ്രാവശ്യം എന്നിട്ട്. ഓക്കെ, ഞാൻ ഒരു ചേഞ്ച് വരുത്താണ്. അപ്പോൾ നമുക്കറിയാം i=0 ആണെങ്കിൽ j 5 പ്രാവശ്യം വർക്ക് ചെയ്യും. ശരിയല്ല, i=0 ആണെങ്കിൽ j 5 പ്രാവശ്യം വർക്ക് ചെയ്യും. i=1 ആണെങ്കിൽ j 5 പ്രാവശ്യം വർക്ക് ചെയ്യും. i=2 ആണെങ്കിൽ j 5 പ്രാവശ്യം വർക്ക് ചെയ്യും. അല്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും 5 പ്രാവശ്യം വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം എന്താ? കാരണം നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൽ കൊടുത്തേക്കുന്നത് ഇവിടെയും n ആണ്, ഇവിടെ n ആണ്. n-ന്റെ വാല്യൂ യൂസർ 5 കൊടുത്തപ്പോൾ 5 ആണ്. ഇവിടെ n ആണ്. ഐയുടെ വാല്യൂ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. ഐയും റിപ്പീറ്റ് ചെയ്യും 5 പ്രാവശ്യം. ഓരോ ഐ വർക്ക് ചെയ്യുമ്പോഴും ഓരോ ഐയിലും ജെ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും? 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. ഇവിടെ n-ന്റെ വാല്യൂ 5 കൊടുത്തേക്കുന്ന കാരണം യൂസർ 5 കൊടുക്കുമ്പോൾ ഇത് ഒരു ഐയുടെ വാല്യൂ 0 ആണെങ്കിൽ ജെ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും? 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, സോ തൽക്കാലത്തേക്ക് ഞാൻ ഇത് കമൻറ്റ് ചെയ്ത് കളയാണ്. എനിക്ക് ആ ലൈൻ ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് ഞാനത് കമൻറ്റ് ചെയ്യും. അപ്പോൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലൈൻ എക്സിക്യൂട്ട് ചെയ്യില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അത് ഞാൻ ഉപയോഗിക്കുന്നത് 2 സ്ലാഷാണ്. ആ 2 സ്ലാഷ് ഉപയോഗിച്ച് ഞാൻ കമൻറ്റ് ചെയ്യുന്ന കാരണം ആ ലൈൻ എക്സിക്യൂട്ട് ചെയ്യില്ല. ഓക്കെ, ഇതേപോലെ തന്നെ ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക, ഞാൻ cout ലൂപ്പ് ജെ വിത്ത് വാല്യൂ ഓഫ് ജെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും? ഓരോ ഐയുടെ വാല്യൂ 5 ആവുന്ന പോലെ അത്രയും പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. അപ്പം ഞാനിവിടെ ഇങ്ങനെ ഞാൻ ഒരു ഔട്ട്പുട്ട് കൊടുക്കുന്നതിന് പകരം
ഐ എം ജസ്റ്റ് ഗിവിങ് ആൻ ഔട്ട്പുട്ട് സ്റ്റാർ എന്നുള്ളൊരു ഔട്ട്പുട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇതിൽ എനിക്ക് ജെയുടെ വാല്യൂ ഒന്നും വേണ്ട. അപ്പോൾ ജെയുടെ വാല്യൂ ഒന്നും വേണ്ടാത്ത സ്ഥിതിക്ക് ഞാൻ ജെയുടെ വാല്യൂ വേണ്ട എന്നുള്ളത് ബാക്കിയുള്ളത് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, എൻ ലൈനും ഞാൻ കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പം ജെയുടെ ലൂപ്പിന്റെ ഉള്ളിൽ ഞാൻ സ്റ്റാർ മാത്രം കൊടുക്കുന്നു. അതേപോലെ തന്നെ ഐയുടെ ലൂപ്പിന്റെ ഇവിടെ കണ്ടാൽ നമുക്കറിയാം ഐ ഇവിടെ വെച്ചാണ് അവസാനിക്കുന്നതെന്ന് പറഞ്ഞു. സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ട്. ലൂപ്പിന്റെ ബോഡിയുടെ അകത്ത് ജെയുടെ വാല്യൂ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ കൊടുത്തേക്കുന്നത് സ്റ്റാർ ആണ് പ്രിന്റ് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ ഏറ്റവും അവസാനം ലൂപ്പ് എൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഒരു ചേഞ്ച് വരുത്തുന്നു. ഞാൻ ഇവിടെ ആകെ എൻഡ് എൽ എൻ മാത്രം കൊടുക്കുന്നു, അതായത് എൻഡ് ലൈൻ മാത്രം കൊടുക്കുന്നു, അതായത് ഒരു ന്യൂ ലൈനിലേക്ക് പോകാൻ വേണ്ടി. ഓക്കെ, അതായത് ഇപ്പൊ എന്തുണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു പാറ്റേൺ ആണ് വരാം. അപ്പൊ നമ്മൾ പാറ്റേണിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പോവാണ്. പാറ്റേൺ ആണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. അതായത് എന്നിന്റെ വാല്യൂ 5 കൊടുത്തു. അതായത് എന്നിന്റെ വാല്യൂ ഇവിടെ 5 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഐ യൂസർ ഇൻപുട്ട് 5 ആണെങ്കിൽ ഐ എവിടെ വരെ പോവും? 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. ശരിയല്ലേ? 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഐയുടെ വാല്യൂ 0 ആണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? ഐയുടെ വാല്യൂ 0 ആണെങ്കിൽ ജെ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും? ജെ 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. ഐയുടെ വാല്യൂ 0 ആണ്, അകത്തേക്ക് കയറി. കണ്ടീഷൻ ട്രൂ ആണ്, 0 ലെസ് ദാൻ 5 ആണ്, അപ്പോൾ അകത്തേക്ക് കയറി. ഈ ലൂപ്പ് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും? ഈ ലൂപ്പ് 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. ശരിയല്ലേ? അപ്പോൾ വാല്യൂ ഐ ഈക്വൽ ടു 0, ദിസ് വിൽ എക്സിക്യൂട്ട് 5 ടൈംസ്. നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടതാണ്. അപ്പോൾ എന്തായിരിക്കും പ്രിന്റ് ചെയ്യുക? ഓരോ പ്രാവശ്യവും പ്രിന്റ് ചെയ്യുന്ന 5 പ്രാവശ്യം പ്രിന്റ് ചെയ്യുന്ന എന്തായിരിക്കും? സ്റ്റാർ ആണ് പ്രിന്റ് ചെയ്യുന്നത്. ഓരോ പ്രാവശ്യം പ്രിന്റ് ചെയ്യുന്ന എന്താണ്? സ്റ്റാർ ആണ് പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി 5 പ്രാവശ്യം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? 5 പ്രാവശ്യം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൂപ്പ് കഴിഞ്ഞു, അടുത്ത ലൈനിലേക്ക് പോകുന്നു. അടുത്ത ലൈനിൽ എന്തൊട്ടാ? സി ഔട്ട് എൻഡ് എൽ എൻ, അതായത് ന്യൂ ലൈനിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പൊ എന്നിന്റെ വാല്യൂ 5 ആണ് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ 5 സ്റ്റാർ പ്രിന്റ് ചെയ്യും, ന്യൂ ലൈനിലേക്ക് പോകും. ഐയുടെ വാല്യൂ 1 ആകുമ്പോൾ വീണ്ടും 5 സ്റ്റാർ പ്രിന്റ് ചെയ്യും, ഒരു ന്യൂ ലൈനിലേക്ക് പോകും. ഐയുടെ വാല്യൂ 2 ആകുമ്പോൾ 5 സ്റ്റാർ പ്രിന്റ് ചെയ്യും, ന്യൂ ലൈനിലേക്ക് പോകും. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എത്ര പ്രാവശ്യം? ഐയുടെ വാല്യൂ 5 പ്രാവശ്യം ഐയുടെ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യും. അതായത് 5 റോസ് ആയിട്ട് 5 സ്റ്റാർ വെച്ച് ഒരു ഡിസ്പ്ലേ ആയിരിക്കും ഔട്ട്പുട്ട്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് പാറ്റേൺ. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട ആദ്യത്തെ പാറ്റേൺ ഇതാണ്, അതായത് 5 പ്രാവശ്യം 5 സ്റ്റാർ വെച്ച്. ഓക്കെ, സോ ഇഫ് ഐ ആം എക്സിക്യൂട്ടിംഗ് ദിസ്, ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യുന്നു. അഗെയിൻ ഐ എം ജസ്റ്റ് കമ്പൈലിംഗ് ദിസ്. ഓക്കെ, ഇനി ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട് എത്ര വേണമെന്ന് ചോദിക്കുന്നു. ഞാൻ ഇൻപുട്ട് 5 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സീ എന്ത് കിട്ടി? ഓരോ ലൈനിലും 5 സ്റ്റാർ വെച്ച് അങ്ങനെ എത്ര ലൈൻ കിട്ടി? 1 1 2 3 4 5 ലൈൻസ്. സോ ദിസ് ഇസ് എ 5x5 മെട്രിക്സ്. 5x5 മെട്രിക്സ് ആയിരിക്കും. മെട്രിക്സ് ഓൾ ദ എലമെന്റ്സ് ആർ സ്റ്റാർ ആയിട്ട് എലമെന്റ്സ് ഉള്ള മെട്രിക്സുകളാണ് എന്തായിട്ട് നമുക്ക് കിട്ടുന്നത്? നമുക്ക് ഇതിന് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. വളരെ സിമ്പിളാണ്, എളുപ്പമാണ് എന്ന് വിചാരിക്കുന്നു. വളരെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. നേരത്തെ നമ്മൾ കൊടുത്തതിൽ ഒരു ചെറിയ മോഡിഫിക്കേഷൻ മാത്രമാണ്. ഓക്കെ, ഇനി ഞാൻ ഇതിൽ വേറൊരു വ്യത്യാസം വരുത്താണ്. ഇവിടെ ശ്രദ്ധിക്കാം. നമ്മുടെ ലൂപ്പ് ഇങ്ങനെയാണ് കിടക്കുന്നത്. ഫോർ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ 5, ഐ പ്ലസ് പ്ലസ്. ഫോർ ജെ ഈക്വൽ ടു 0, ജെ ലെസ് ദാൻ ജെ പ്ലസ് പ്ലസ് എന്നുള്ളതാണ് കിടക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് എന്നിന് പകരം ഇപ്പോൾ ഞാൻ 6 ആണ് കൊടുക്കുന്നത് വയ്ക്കുക. എന്നിന്റെ പകരം ഇഫ് ഐ എം ഗിവിങ് എ വാല്യൂ 6. ഓക്കെ, ഐ എം എക്സിക്യൂട്ടിംഗ് ദ സെയിം. ഇൻസ്റ്റെഡ് ഓഫ് 5 ഐ എം ഗിവിങ് എ വാല്യൂ 6. 6 എന്നുള്ള വാല്യൂ ആണ് കൊടുക്കുന്നത്. 6 എന്നുള്ള വാല്യൂ കൊടുത്തിട്ടുണ്ടോ? യു ക്യാൻ സീ ഒരു റോയിൽ 6 സ്റ്റാർ ഉണ്ടാവും. അങ്ങനെ എത്ര റോ ഉണ്ടാവും? 1 2 3 4 5 6 6 റോസ് ഉണ്ടാവും. എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ. Now here, see this. I am making a small change. Instead of this n എന്നുള്ള വാല്യൂവിന്റെ പകരം, ഈ n എന്നുള്ള വാല്യൂവിന് പകരം what I am doing is I am giving an value as I j less than or equal to I. j less than or equal to I എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നത്. Instead of n പകരം ഞാൻ കൊടുക്കുന്നത് j less than or equal to I എന്നുള്ളതാണ് കൊടുക്കുന്നത്. അപ്പൊ എന്തുണ്ടോ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ലൂപ്പിന്റെ വർക്കിങ്ങിൽ ഒരു ചെറിയൊരു വ്യത്യാസം, ലൂപ്പിങ്ങിന്റെ വർക്കിങ്ങിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവില്ല. മൊത്തം നമ്മൾ ആ കണ്ടീഷൻ അനുസരിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ഒന്ന് ശ്രദ്ധിക്കുക, നോക്കാം. ആദ്യം ഐയുടെ വാല്യൂ 0 ആണ്. ഐയുടെ വാല്യൂ 0 ആകുമ്പോൾ ഐയുടെ വാല്യൂ 0 ആണ്, 0 ലെസ് ദാൻ 5 ആണ്. എന്നിന്റെ വാല്യൂ 5 ആണ് യൂസർ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഐയുടെ വാല്യൂ 5 ആണ്, ഐയുടെ വാല്യൂ 0 ആണ്, 0 ലെസ് ദാൻ 5 ആണ്. Since 0 is lesser than 5, it will
enter to the body of the loop. ഇതാണ് ലൂപ്പിന്റെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ലൂപ്പിന്റെ ബോഡിയിൽ വെച്ച് എന്താ ചെയ്യുന്നത്? ഇറ്റ് വിൽ ചെക്ക് വെദർ ഇറ്റ് വിൽ ഇനീഷ്യലൈസ് j equal to 0. ജെയുടെ വാല്യൂ 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യുന്നു. ജെയുടെ വാല്യൂ 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യുന്നു. j ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ആണോ ചെക്ക് ചെയ്യുന്നു. ഐയുടെ വാല്യൂ എത്രയാണ്? ഐയുടെ വാല്യൂ 0 ആണ്. j ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ആണോ? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ആണ് അല്ലേ? ഐയുടെ വാല്യൂ 0 ആണ്, ജെയുടെ വാല്യൂ 0 ആണ്. സോ 0 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. സോ എന്തുണ്ടാവുന്നു? കണ്ടീഷൻ ട്രൂ ആണ്. ഇതിന്റെ അകത്തേക്ക് പോകുന്നു. സോ സി ഔട്ട് സ്റ്റാർ. അതായത് നമുക്ക് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ടായിട്ട് ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ടാബ് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടി? ആദ്യം ഒരു സ്റ്റാർ ഡിസ്പ്ലേ ചെയ്തു. ഓക്കെ, ആദ്യം ഒരു സ്റ്റാർ ഡിസ്പ്ലേ ചെയ്തു. ഓക്കെ, ഇനി ഇതേ സ്ഥലത്ത് ഐയുടെ വാല്യൂ ഈ ലൂപ്പ് സ്റ്റാർ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ലൂപ്പ് കഴിയുന്നു. ജെയുടെ വാല്യൂ ഒന്നുകൂടി ഇൻക്രിമെന്റ് ചെയ്യുന്നു. ജെയുടെ വാല്യൂ 1 ആണ്. 1 ആവുമ്പോൾ എന്തുണ്ടാവും? 1 ആവുമ്പോൾ j ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐയുടെ വാല്യൂ 0 ആണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഈ ലൂപ്പ് പിന്നെ എക്സിക്യൂട്ട് ചെയ്യില്ല. പിന്നെ എന്ത് ചെയ്യുന്നു? എൻഡ് എൽ എൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ലൈനിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റാർ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലൈനിലേക്ക് പോകും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നൗ ഐയുടെ വാല്യൂ 1 ആവുന്നു. ഐ ഇൻക്രിമെന്റ് ചെയ്യുന്നു. ഐയുടെ വാല്യൂ 1 ആവുന്നു. Now what happens? It will check whether I less than n. 1 is less than 5. n ന്റെ വാല്യൂ 5 ആണ്. I ന്റെ വാല്യൂ 1 ആണ്. 1 is less than 5. കണ്ടീഷൻ ട്രൂ ആണ് അല്ലേ? കണ്ടീഷൻ ട്രൂ ആയ സ്ഥിതിക്ക് what happens? It will enter to the body of the loop. ഇതാണ് ലൂപ്പിന്റെ ബോഡി. ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഐയുടെ വാല്യൂ ഇപ്പൊ എന്താണ്? 1 ആണ്. അപ്പൊ ഐയുടെ വാല്യൂ 1 ആയതുകൊണ്ട് എപ്പോൾ ഒക്കെ വർക്ക് ചെയ്യും? ജെയുടെ വാല്യൂ 0 ആവുമ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യും. ശരിയല്ലേ? ജെയുടെ വാല്യൂ 0 ആകുമ്പോൾ കണ്ടീഷൻ ട്രൂ ആണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ആണ്. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യും. അതായത് അടുത്ത ലൈനിൽ ഒരു സ്റ്റാർ ഡിസ്പ്ലേ ചെയ്യും. പിന്നെ അഗെയിൻ ജെയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നു. ജെയുടെ വാല്യൂ ഇപ്പോൾ എത്രയായി? 1 ആയിട്ടുണ്ട്. ജെയുടെ വാല്യൂ 1 ആയിട്ടുണ്ട്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ. ഐയുടെ വാല്യൂ ഇപ്പോഴും 1 ആണ്. സോ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 തന്നെയാണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയതുകൊണ്ട് വീണ്ടും കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ എന്ത് ചെയ്യും? വീണ്ടും അകത്തേക്ക് വരുന്നു. ഒരു സ്റ്റാർ കൂടി ഡിസ്പ്ലേ ചെയ്യുന്നു. So you will get 2 stars. Okay. After that, what happens? അടുത്തതായിട്ട് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ കഴിഞ്ഞു. ഇനി ജെ ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ ജെയുടെ വാല്യൂ 1 എന്നുള്ളത് മാറി 2 ആവുന്നു. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ. ഐയുടെ വാല്യൂ 1 ആണ്. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അല്ല. കണ്ടീഷൻ ഫോൾസ് ആണ്. അതുകൊണ്ട് എന്ത് പറ്റും? അടുത്ത ലൈനിലേക്ക് പോകുന്നു. അടുത്ത ലൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി ഔട്ട് എൻഡ് എൽ എൻ എന്നുള്ളതാണ്. സി ഔട്ട് എൻഡ് എൽ എൻ, അതായത് ഒരു ന്യൂ ലൈൻ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, അപ്പോൾ ഐയുടെ വാല്യൂ 0 ആയിരുന്നപ്പോൾ ഒരു പ്രാവശ്യം, ഐയുടെ വാല്യൂ 1 ആയിരുന്നപ്പോൾ 2 പ്രാവശ്യം, ഐയുടെ വാല്യൂ 3 ആകുമ്പോൾ എത്ര പ്രാവശ്യം വരും? അപ്പോൾ 1 2 3 പ്രാവശ്യം സ്റ്റാർ ഡിസ്പ്ലേ ചെയ്യുന്നു. ഐയുടെ വാല്യൂ 4 ആകുമ്പോൾ 0 1 2 2 ആകുമ്പോൾ 3 പ്രാവശ്യം, 3 ആകുമ്പോൾ 1 2 3 4 പ്രാവശ്യം, ആൻഡ് ഐയുടെ വാല്യൂ 4 ആകുമ്പോൾ 1 2 3 4 5 പ്രാവശ്യം. ഓക്കെ, സോ ലൈക്ക് വൈസ് ദിസ് വിൽ ബി ദ ഔട്ട്പുട്ട്. അതായത് ഇങ്ങനെയായിരിക്കും സ്റ്റാറിന്റെ ഔട്ട്പുട്ട്. ഇറ്റ് വിൽ ബി എ പാറ്റേൺ ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുടെ ഫോർമാറ്റിലായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. വേണമെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പ്രോഗ്രാമിൽ നിന്ന് യാതൊരു വ്യത്യാസം വന്നില്ല. എന്താ? ലെസ് ദാൻ n എന്നുള്ളതിന് പകരം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ എന്നാക്കി. ഓക്കെ, ഇനി ഞാനിതൊന്ന് കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെർമിനൽ എടുക്കുന്നു, കമ്പയർ ചെയ്യുന്നു, എറർ ഒന്നുമില്ല, ക്ലിയർ ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഐ ആം ഗിവിങ് ആൻ ഔട്ട്പുട്ട് 5. ഇൻപുട്ട് 5 ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്? ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? യാതൊരു പ്രശ്നമില്ലല്ലോ. ഇല്ല. ഇനിയിപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർ അല്ല, നിങ്ങൾക്ക് നമ്പർ ആണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനിവിടെ ഐയുടെ പകരം ഇഫ് ഐ എം ഗിവിങ് സ്റ്റാർ ഡിസ്പ്ലേ ചെയ്യുന്നതിന് പകരം എനിക്ക് വേണമെങ്കിൽ ജെയുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാം. ഓക്കെ, സ്റ്റാർ എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യുന്നതിന് പകരം എനിക്ക് എന്ത് കൊടുക്കാം? ജെയുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാം. ജെയുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ജെയുടെ വാല്യൂ ആയിരിക്കും എനിക്ക് എന്തായിട്ട് കിട്ടുന്നത്? ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് നോക്കുകയാണെങ്കിൽ ഇൻപുട്ട് 5 എന്നുള്ളത് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും എനിക്ക് ഔട്ട്പുട്ട് കിട്ടുക. 0 0 1 0 1 2 0 1 2 3 0 1 2 3 4 എന്നുള്ളതായിരിക്കും ഔട്ട്പുട്ട്. ഇനി
ഇതിന് പകരം ഞാൻ ജെയുടെ പകരം J+1 എന്നുള്ളത് കൊടുത്തു എന്ന് വിചാരിക്കുക. കുറച്ചും കൂടി ഭംഗിക്ക് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് J+1 ആണ് ഞാൻ ഔട്ട്പുട്ട് കൊടുക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എല്ലാ വാല്യൂസും ജസ്റ്റ് ഒരു വാല്യൂ കയറി വരും. ഒരു വാല്യൂ കയറി വരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ 5 കൊടുത്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സി 1 1 2 1 2 3 1 2 3 4 1 2 3 4 5. സോ ദിസ് വിൽ ബി ദ ക്ലിയർ. വേണമെങ്കിൽ എനിക്ക് വേറെ തരത്തിലും കൊടുക്കാം. J+1ന്റെ പകരം എനിക്ക് I+1 കൊടുക്കാം. ഓക്കെ, I+1 കൊടുത്തിട്ടുണ്ടെങ്കിൽ സെയിം പ്രോഗ്രാം തന്നെ എനിക്ക് എന്ത് ചെയ്യും, എനിക്ക് വേറൊരു ഔട്ട്പുട്ട് ആയിട്ടായിരിക്കും കിട്ടുക. ആൻഡ് ഔട്ട്പുട്ട് വിൽ ബി ലൈക്ക് ദിസ് 1 2 2 3 3 3 4 4 4 5 5 5 5. ഓക്കെ, സോ നമ്മൾ ഈ ഫോർമാറ്റ്, അതായത് ആദ്യത്തെ ലൂപ്പിൽ I<n, രണ്ടാമത്തെ ലൂപ്പിൽ J<= I എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുക? നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു I ലൂപ്പിന്റെ ഉള്ളിൽ, J ലൂപ്പ് കഴിഞ്ഞിട്ട് I ലൂപ്പിന്റെ ഉള്ളിലായിട്ട് ഒരു ന്യൂ ലൈൻ അല്ലെങ്കിൽ എൻഡ് ലൈൻ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനും മറക്കരുത്. അത് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. നമ്മൾ ഇവിടെ എന്ത് കൊടുത്താലും, ഈ COUT സ്റ്റേറ്റ്മെന്റിൽ എന്ത് കൊടുത്താലും ആ സാധനം എന്തായിട്ട് നമുക്ക് കിട്ടും? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ട് നമുക്ക് കിട്ടും, ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇതാണ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഡിസ്പ്ലേ ചെയ്യാൻ. ഓക്കെ, ഇനി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിനെ ഞാൻ ഒരു റൈറ്റ് ആംഗിളുടെ ഇൻവേഴ്സ് ട്രയാങ്കിൾ ആക്കണമെന്ന് വിചാരിക്കുക. റൈറ്റ് ആംഗിളുടെ ഇൻവേഴ്സ് ട്രയാങ്കിൾ ആക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു യാതൊരു വ്യത്യാസമില്ല. ഇവിടെ ഈ കണ്ടീഷൻ ഒന്ന് ചേഞ്ച് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഈ കണ്ടീഷൻ ഒന്ന് ചേഞ്ച് ചെയ്യും. <n എന്നുള്ളത് മാറ്റി J<n - I എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ ആവും. ദാറ്റ് ഈസ് ഇൻവേർട്ടഡ് റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ. ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ആദ്യം I യുടെ വാല്യൂ 0 ആണ്. അപ്പോൾ n - I എന്ന് വെച്ചാൽ എത്രയാണ്? 5 - 0, ദാറ്റ് ഈസ് 5. അപ്പോൾ 5 പ്രാവശ്യം യൂസർ തരുന്ന വാല്യൂ 5 ആണെന്ന് വിചാരിക്കുക. എന്നിന്റെ വാല്യൂ 5 ആണെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം ഇത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും? 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. കാരണം n - I എന്ന് പറയുന്നത് n - 0 ആണ്. 5, അതായത് 5 - 0, ദാറ്റ് ഈസ് 5. അപ്പോൾ ഈ ലൂപ്പ് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും? 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത പ്രാവശ്യം, അതായത് അടുത്ത ലൈനിൽ I യുടെ വാല്യൂ 1 ആണ്. അപ്പോൾ ഈ ലൂപ്പ് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും? n - I, ദാറ്റ് ഈസ് 5 - 1, ദാറ്റ് ഈസ് 4 ടൈംസ് റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, 4 പ്രാവശ്യം ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ആദ്യം 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു, പിന്നെ 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു, പിന്നെ 3 പ്രാവശ്യം, പിന്നെ 2 പ്രാവശ്യം, പിന്നെ 1 പ്രാവശ്യം. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും? ഒരു ഇൻവേഴ്സ് ട്രയാങ്കിൾ ആയിരിക്കും. അതായത് ഇപ്പം ഞാൻ ഈ COUTന്റെ പകരം I+1 ഒക്കെ മാറ്റി നമ്മൾ പഴയ പോലെ തന്നെ ഞാൻ ഒരു സ്റ്റാർ കൊടുക്കുമെന്ന് വിചാരിക്കാം. സോ ദ ചേഞ്ച് ദാറ്റ് I made is, instead of J<= I have changed it as J<n - I. n - I, where n is the input from the user. ഇങ്ങനെ ഞാൻ ഒരെണ്ണം കൊടുക്കുകയാണെങ്കിൽ സിമ്പിളാണ്. ഞാൻ കമ്പൈൽ ചെയ്യുന്നു, റൺ ചെയ്തു, ഞാൻ 5 എന്നുള്ള വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ, I will get an inverted right angle triangle. I got an inverted right angle triangle. In first step there is 5, പിന്നെ 4, പിന്നെ 3, പിന്നെ 2, പിന്നെ 1. ഇവിടെ നമുക്ക് ട്രയാങ്കിൾ കിട്ടിയിരിക്കുന്നത് നേരെ തിരിച്ചാണ്. 1 2 3 4 എലമെന്റ്സ് ആണ്. പകരം ഇവിടെ എങ്ങനെയാണ് വന്നേക്കണേ? ഇതിന്റെ നേരെ ഇൻവേഴ്സ് ആയിട്ടാണ് നമുക്ക് റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ വന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിട്ട് ഒരു റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ ആണ് നമ്മുടെ ഔട്ട്പുട്ട് എങ്കിൽ, നമുക്ക് ഇങ്ങനെ ഒരെണ്ണം യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ക്ലിയർ ആയിട്ട് വിചാരിക്കുക. അപ്പോൾ റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ അപ്പർ റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ ആണെങ്കിലും ലോവർ റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ ആണെങ്കിലും, അതായത് ഇൻവെർട്ടഡ് ആണെങ്കിലും നോൺ ഇൻവെർട്ടഡ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിലും നമുക്ക് എന്ത് മതി? ജസ്റ്റ് 2 ലൂപ്പ് മാത്രം മതി. ഫോർ I = 0, I<n I++. ഫോർ J = 0 എന്താണ് വേണ്ടത് എന്നനുസരിച്ച് ഇത് മാറും. ഒരു റെക്ടാംഗിൾ ആണ് വേണ്ടതെങ്കിൽ I will write J<n. ഓക്കെ, എനിക്ക് വേണ്ടത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് J<n I will be writing J<= I. എനിക്ക് വേണ്ടത് ഇൻവേർട്ടഡ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് J<= I will be writing J<n - I. ഇൻവേർട്ടഡ് ആണ്. ആ ഒരു ചേഞ്ചിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് പല തരത്തിൽ നമുക്ക് ട്രയാങ്കിൾസ് യൂസ് ചെയ്യാൻ പറ്റും.
ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പോൾ സോ ഇങ്ങനെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാറ്റേൺസ്. ഒരു ട്രയാങ്കിളുടെ ഒരു ബേസിക് ട്രയാങ്കിൾസ്, 2 തരം ട്രയാങ്കിൾസിൻ്റെ പാറ്റേൺസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, സോ താങ്ക് യു.